So in this video we will be discussing on colloids. Colloids പറയുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടത് ഈ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിനെ പറ്റിയാണ്. സോ ഫസ്റ്റ് വാട്ട് ഈസ് ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് വാട്ട് ഈസ് ഹെട്രോജീനിയസ് മിക്സ്ചർ. അതായത് നമുക്കറിയാം ഒരു ഡിസ്പേർഷൻ ഫേസ്, ഡിസ്പേർഷൻ മീഡിയം, ഇതൊക്കെ ബേസിക് ടേംസ് ആണ്. നമ്മൾ ഫേസ് എന്നൊക്കെ പറയുന്നത് കൊളോയിഡ്സ് പഠിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ്. സോ നമ്മുടെ ഡിസ്പേർഷൻ ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ്റെ ബേസിൽ we will be classifying as homogeneous and heterogeneous. ഇത് രണ്ടിൻ്റെയും നടുക്ക് വരുന്ന ഒരു സംഭവമാണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത് അവിടെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ. ഓക്കെ, ഹോമോജീനിയസ് വരുന്ന സമയത്ത് ലെസ് ദാൻ 1 നാനോമീറ്റർ. ഈ 1000ഉം 1ൻ്റെയും ഇടയ്ക്ക് വരുന്ന പാർട്ടിക്കിൾ സൈസ് വരുന്ന ഒരു കാറ്റഗറിയാണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. സോ അതവിടെ നിൽക്കട്ടെ. ഞാൻ ബേസിക് ആയിട്ട് കൊളോയിഡ്സ് പറയുന്നതിന് മുന്നേ സം ഓഫ് ദി കൊളോയിഡ്സ് ആണ് എയറോസോൾസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എയറോസോൾസ്? എയറോസോൾസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ സ്കൂളിങ്ങിൽ തൊട്ട് പഠിക്കുന്ന ടേംസ് ആണ് എയറോസോൾസ്. എമൽഷൻ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ജെല്ലൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് കണ്ടും യൂസ് ചെയ്യുന്ന സാധനമാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എയറോസോൾസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ്. ഓക്കെ, എ ജെറ്റ് ഓഫ് പ്രഷർഡ് ഗ്യാസ് ടിയർ അവേ ലിക്വിഡ് ഫ്രം ദി മിക്സ്ചർ. അതായത് ഒരു ലിക്വിഡ് മിക്സ്ചറിൽ പാർട്ടിക്കിൾസിനെ നമ്മൾ പ്രഷറൈസ് ചെയ്യുവാണ്. ഗ്യാസ് വെച്ച് പ്രഷർ ചെയ്യുമ്പോൾ അവിടെ പാർട്ടിക്കിൾസ് എന്താണ് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് then using repulsion between similarly ionized liquid to separate into easily removed droplets. പിന്നെ അവിടെ ഒരു സെപ്പറേഷൻ ആണ് നടക്കുന്നത്. സോ അങ്ങനെയാണ് നമ്മുടെ എയറോസോൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത് വരുന്നത് എമൽഷൻ. എമൽഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ലിക്വിഡ്സ് വിഗറസ് ആയിട്ട് ഷേക്ക് ചെയ്യുവാണ്. ആൻഡ് സംടൈംസ് വി വിൽ ബി യൂസിങ് സർഫക്റ്റൻ്റ്. ഓക്കെ, ഓൾസോ അതായത് ബെസ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സോപ്പാണ്. സർഫക്റ്റൻ്റ് തന്നെയാണ് പറയുന്നത്. പിന്നെ ജെൽ എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് കൊളോയിഡ് ആണ്, വിച്ച് ഇസ് എ സെമി സോളിഡ് കൊളോയിഡ്. ഇനി ജനറൽ ആയിട്ട് വരുന്ന കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്, ബേസിക് ആയിട്ട് 2 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് കൊളോയിഡ്സ് കാണിക്കുന്നത്. സ്ട്രോങ് അബ്സോർപ്ഷൻ ക്വാളിറ്റി ആണ്. എന്തുകൊണ്ടാണ് സ്ട്രോങ് അബ്സോർപ്ഷൻ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ സർഫസ് ഏരിയ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ അവരുടെ അബ്സോർപ്ഷൻ ക്വാളിറ്റി എക്സലൻ്റ് ആയിരിക്കും. അതുപോലെ ദേ ക്യാരി ആൻ ഇലക്ട്രിക് ചാർജ്. അവർക്ക് എപ്പോഴും ഒരു ഇലക്ട്രിക് ചാർജ്, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന ഇലക്ട്രിക് ചാർജ് അവർ ക്യാരി ചെയ്യാറുണ്ട്. ഇനി വരുന്ന ഒരു ടേം ആണ് സ്റ്റേബിൾ കൊളോയിഡൽ സിസ്റ്റം ആൻഡ് അൺസ്റ്റേബിൾ കൊളോയിഡൽ സിസ്റ്റം. സ്റ്റേബിൾ കൊളോയിഡ് സിസ്റ്റം ആണ് എന്താണ് നോർമലി ഒരു കൊളോയിഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്, ഒരു ജനറൽ കൊളോയിഡ് എന്ന് വിളിക്കുന്നത് സ്റ്റേബിൾ കൊളോയിഡൽ സിസ്റ്റത്തിനെ ആയിരിക്കും. അവർ എന്താണ് കൊളോയിഡൽ സിസ്റ്റം ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇനി അൺസ്റ്റേബിൾ കൊളോയിഡൽ സിസ്റ്റം ഉണ്ട്. അൺസ്റ്റേബിൾ കൊളോയിഡൽ സിസ്റ്റത്തിൻ്റെ കേസിൽ എന്ന് പറയുന്നത് അഗ്രിഗേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ കൊളോയിഡൽ സ്റ്റേറ്റിൽ എപ്പോഴും കൊളോയിഡൽ സ്റ്റേറ്റിൽ അതുപോലെ നിൽക്കത്തില്ല, അവിടെ അഗ്രിഗേഷൻസ് നടക്കും. സോ ഈ അഗ്രിഗേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റെബിലൈസേഷൻ ആണ്. കാരണം അവരൊരു ഇലക്ട്രിക് ചാർജ് ഞാൻ പറഞ്ഞ പോലെ കൊളോയിഡ്സ് ക്യാരി ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റെബിലൈസേഷൻ. സോ ബേസിക് ആയിട്ട് 2 പ്രോപ്പർട്ടീസ് എഴുതാമെന്ന് ചോദിച്ചാൽ ദേ ക്യാരി അ ഇലക്ട്രിക് ചാർജ്, ഓൾസോ ദേ ഹാവ് എ സ്ട്രോങ് അബ്സോർപ്ഷൻ ക്വാളിറ്റി. ഈ അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ വൈ അല്ലെങ്കിൽ കൊളോയിഡ്സ് ഹാവ് സ്ട്രോങ് അബ്സോർപ്ഷൻ ക്വാളിറ്റി ഡ്യൂ ടു എന്തെങ്കിലും ഒരു റീസൺ തരും. അതിൻ്റെ റിയൽ റീസൺ എന്ന് ചോദിച്ചാൽ സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ടാണ് അവർക്ക് സ്ട്രോങ് അബ്സോർപ്ഷൻ ക്വാളിറ്റി എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നത്. വേറെ എന്ത് റീസൺ വന്നാലും അത് കറക്റ്റ് ആവണം എന്നില്ല. ദി ആക്ട് അതായത് മോസ്റ്റ് ആപ്റ്റ് ആയിട്ട് വരുന്ന റീസൺ എന്ന് പറയുന്നത് സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ടാണ് അവർ സ്ട്രോങ് അബ്സോർപ്ഷൻ ക്വാളിറ്റീസ് കാണിക്കുന്നത്. ദെൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ടേംസ് അറിയണം. അതിലൊന്നാണ് ഫേസ്. ഫേസ് എന്താണ് നമുക്കറിയാം. ഐസും കുറച്ച് ഐസ് എടുത്ത് നമ്മളൊരു വാട്ടറിൽ, നോർമൽ റൂം ടെമ്പറേച്ചർ വാട്ടറിൽ നമ്മൾ കുറച്ച് ഐസ് എടുത്ത് ഇടുവാണെങ്കിൽ അവിടെ 2 ഫേസസ് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ദോ നമുക്കറിയാം ഐസും വെള്ളവും കോമ്പോസിഷൻ എന്ന് പറയുന്നത് സെയിം ആണ്, H2O. പക്ഷേ അവിടെ ഫേസ് എത്ര എണ്ണാണ്? ഒരു ഫേസ് അല്ല, 2 ഫേസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതേസമയം ഒരു ഡിസോൾവ് ചെയ്തൊരു ഷുഗർ സൊല്യൂഷൻ എടുക്കുവാണ്, അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്, അവിടെ പക്ഷെ ഒരു ഫേസേ ഉണ്ടാവുള്ളൂ. അതാണ് ഫേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റീജിയൻ ഓഫ് മാറ്റർ ഇൻ വിച്ച് കോമ്പോസിഷൻ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്
ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പോസിഷനും ഫിസിക്കൽ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കണം. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. ബേസിക്കലി 5 കാറ്റഗറിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി ഡിസ്പേർഷൻ ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം. സോ ബേസ്ഡ് ഓൺ ദി ഡിസ്പേർഷൻ ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം നമുക്ക് അറൗണ്ട് 7 കാറ്റഗറി ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം. ആദ്യം ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ് ആണ്, ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് ആണ്. അവിടെ വരുന്ന അങ്ങനെ വരുന്ന ഒരു കൊളോയിഡിനെ നമ്മൾ വിളിക്കുന്നത് ഫോം എന്നാണ്. എക്സാമ്പിൾ വരുന്നത് സോഡ വാട്ടർ, വിപ്ഡ് ക്രീം, ദെൻ ഫ്രോത്ത് ഓൺ ബിയർ. ഇതൊക്കെ എന്ന് പറയുന്നത് ഫോം ആണ്. അല്ലെങ്കിൽ ഈ കൊളോയിഡ്സിനെയൊക്കെ നമ്മൾ ജനറലി പറയുന്നത് ഫോം എന്നാണ്. ഓക്കെ, അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ് ആണ്, ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് ആണ്. സെക്കൻഡ് കാറ്റഗറി ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം സോളിഡ്. അവിടെ നമ്മൾ സോളിഡ് ഫോം എന്ന് പറയും. എക്സാമ്പിൾ വരുന്നത് കേക്ക്, ബ്രെഡ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, അടുത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ് ആവുന്ന കേസാണ്. സോ ഫസ്റ്റ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ് ആണ്, ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ആണെങ്കിൽ നമ്മൾ എയറോസോൾസ്, ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയാണ്. എയറോസോൾസിനെ പറ്റി ഇൻ ഡീറ്റെയിൽ പഠിക്കും തോന്നുന്നു, കോണ്ടന്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, ലിക്വിഡ് സോ ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ്, ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ആവുന്നതിനെയാണ് നമ്മൾ എയറോസോൾസ് എന്ന് പറയുന്നത്. മിസ്റ്റ്, ഫോഗ്, ക്ലൗഡ് എന്നൊക്കെ പറയുന്നത് എയറോസോൾസ് ആണ്. ഇനി അടുത്ത് വരുന്നതാണ് ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് ആവുന്നത്. ബോത്ത് ലിക്വിഡ്, എമൽഷൻ എന്നാണ് ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറീനെ നമ്മൾ വിളിക്കുന്നത്. എക്സാമ്പിൾ മിൽക്ക്, ക്രീം, ബട്ടർ ഒക്കെയാണ് വരുന്നത്. അടുത്ത് വരുന്ന കാറ്റഗറി ഡിസ്പേർഷൻ ഫേസ് സോളിഡ് ആവുന്നതാണ്. അവിടെയാണ് നമ്മൾ ജെൽ എന്ന് പറയുന്നത്. നമ്മൾ ജെല്ലിൻ്റെ ചെറിയൊരു എന്താണ് ഡിഫറെൻറ്റ് ഡെഫിനിഷൻ പോലെ നമ്മൾ പറഞ്ഞു. ജെൽ എന്ന് പറയുന്നത് സോളിഡ് കൊളോയിഡ് ആണ്. ഓക്കെ, സെമി സോളിഡ് കൊളോയിഡ്സിനെയാണ് നമ്മൾ ജെൽ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഞാനിപ്പോൾ പറഞ്ഞ 3 ലിക്വിഡ് ആണ്, അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. ഓക്കെ, ഡിസ്പേർഷൻ ഫേസ് മാറുന്ന വെച്ചാണ് പറയുന്നത്. ഡിസ്പേർഷൻ ഫേസ് ലിക്വിഡ് ആവുന്ന സമയത്ത് എമൽഷൻ, സോളിഡ് ആവുന്ന സമയത്ത് ജെൽ, ഗ്യാസ് ആവുന്ന സമയത്ത് എയറോസോൾസ്. സോ ജെല്ലിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? കേർഡ്, ജെല്ലി, ചീസ്, ബൂട്ട് പോളിഷ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആവുന്നതാണ്. ഓക്കെ, ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആവുന്ന കേസിൽ എന്തൊക്കെയാണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആവുന്ന കേസിൽ ഫസ്റ്റ് രണ്ടും സോളിഡ് ആണെങ്കിൽ സോളിഡ് സോൾസ്, സോളിഡ് ലിക്വിഡ് ആണെങ്കിൽ സോൾസ്, സോളിഡ് ഗ്യാസ് ആണെങ്കിൽ സോളിഡ് എയറോസോൾസ്. എന്താണ് എയറോസോൾസ്? എയറോസോൾസ് എന്ന് പറയുന്നത് ലിക്വിഡ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ആവുന്ന സമയത്ത് എയറോസോൾസ് എന്ന് പറയും. അതേസമയം ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ആവുന്ന സമയത്ത് സോളിഡ് എയറോസോൾസ് എന്ന് പറയും. എക്സാമ്പിൾ സ്മോക്ക്, ഡസ്റ്റ് ഒക്കെയാണ് വരുന്നത്. അടുത്ത സോൾസിന് എക്സാമ്പിൾ പെയിന്റ്, ഗോൾഡ് സോൾ, ഇങ്ക് ഒക്കെയാണ്. സോളിഡ് സോൾസിന് എക്സാമ്പിൾ അലോയ്സ് ആണ്. ഇതാണ് ഫസ്റ്റ് കാറ്റഗറി. ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഡിസ്പേർഷൻ ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം നമ്മൾ 7 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. 8 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സോ സെക്കൻഡ് വൺ ഇസ് ബേസ്ഡ് ഓൺ ദി ഇലക്ട്രിക് ചാർജ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഇലക്ട്രിക് ചാർജിന്റെ ബേസിൽ പറയുവാണെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് പോസിറ്റീവ് കൊളോയിഡ്സ് ആൻഡ് നെഗറ്റീവ് കൊളോയിഡ്സ്. പോസിറ്റീവ് ചാർജ് ആണ് നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ക്യാരി ചെയ്യുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് സോൾസ് എന്നും പോസിറ്റീവ് കൊളോയിഡ്സ് എന്നും, നെഗറ്റീവ് ചാർജ് ആണ് നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ക്യാരി ചെയ്യുന്നത് എങ്കിൽ നെഗറ്റീവ് സോൾസ് എന്നും പറയും. എക്സാമ്പിൾസ് നോക്കുമ്പോൾ പോസിറ്റീവ് കൊളോയിഡ്സിന് എക്സാമ്പിൾ മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ആണ്, മെത്തിലീൻ ബ്ലൂ സോൾ ഒക്കെ പോസിറ്റീവ് കൊളോയിഡ്സ് ആണ്. നെഗറ്റീവ് കൊളോയിഡ്സിന് എക്സാമ്പിൾ വരുന്നത് കോപ്പർ സോൾ, സിൽവർ സോൾ ഒക്കെയാണ് വരുന്നത്. പിന്നെ മെറ്റൽ സൾഫൈഡ് സോൾസ് ഒക്കെ നെഗറ്റീവ് സോൾസ് ആണ്. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി അപ്പിയറൻസ്. രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും, സോളും ജെല്ലും. അപ്പിയറൻസിന്റെ ബേസ്, ഈ സോളും ജെല്ലും എന്ന് പറയുന്ന 2 ടേമും നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻസിൽ പറഞ്ഞതാണ്. സോൾ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ലൈക്ക് കൊളോയിഡൽ സൊല്യൂഷൻ, ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ഫ്ലൂയിഡ് ആയിട്ട് അപ്പിയർ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൾ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഡിസ്പേർഷൻ ഫേസ് മീഡിയം ആണെങ്കിൽ ഹൈഡ്രോസോൾ എന്ന് വിളിക്കും, ആൽക്കഹോൾ ആണെങ്കിൽ ആൽക്കസോൾ എന്ന് വിളിക്കും, ബെൻസീൻ ആണെങ്കിൽ ബെൻസോസോൾ എന്ന് വിളിക്കും. ഇനി സോളിഡ് ലൈക്ക് അപ്പിയറൻസ് വരുന്നതിനെയാണ് നമ്മൾ ജെൽ എന്ന് പറയുന്നത്. ഈ സോളിഡിന്റെ റിജിഡിറ്റി ഡിപ്പെൻസ് ഫ്രം മാറ്റർ ടു മാറ്റർ. ഓരോ കൊളോയിഡ്സിനും ഓരോ റിജിഡിറ്റി ആയിരിക്കും. പക്ഷെ ഇൻ ടോട്ടൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു കാറ്റഗറി പറയുന്നതാണ് ജെൽ എന്ന്. ബട്ടർ, ചീസ്, കേർഡ്, ജെല്ലി ഒക്കെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഇതിൽ തന്നെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ജെല്ലിയുടെയും ബട്ടറിന്റെയും റിജിഡിറ്റി ഡിഫറെന്റ് ആണ്. യെസ്,
Fourth category is based on the molecular size of dispersed phase. മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. Multimolecular, macromolecular, associated. First one is multimolecular. Multimolecular individual particles consist of aggregates having diameter less than 10⁻⁻7 centimeter. അതായത് അത്യാവശ്യം സൈസ് ഉള്ളതിന്, അതായത് നമുക്കങ്ങനെ വിത്ത് അവർ ഐസ് കാണാൻ പറ്റത്തൊന്നുമില്ല ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ സൈസ്. പക്ഷേ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത്, അൾട്രാ മൈക്രോസ്കോപ്പ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ സൈസ് കാണാൻ പറ്റുമായിരിക്കും. അങ്ങനത്തേനെയാണ് അവർ തമ്മിൽ, മോളിക്യൂൾസ് തമ്മിൽ ഒരു വീക്ക് വാണ്ടബോൾസ് ഫോഴ്സ് വഴിയായിരിക്കും കണക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ സൈസ് എന്ന് പറയുന്നത് തീരെ ചെറുതാണ്. അതാണ് മൾട്ടി മോളിക്കുലർ. മാക്രോ മോളിക്കുലർ എന്ന് പറയുമ്പോൾ ഓരോ മോളിക്യൂൾസിനും അത്യാവശ്യം സൈസ് ഉള്ളവരാണ്. നമ്മൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബ്യൂട്ടീൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മോളിക്യൂൾ വെച്ചാണ് റബ്ബർ എന്ന് പറയുന്ന ഒരു മാക്രോ മോളിക്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊരു കൊളോയിഡ് ആണെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ ദിസ് കാറ്റഗറി. ഓക്കെ, മാക്രോ മോളിക്യൂളർ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് അത്യാവശ്യം വലുതായിരിക്കും. ഇവിടെ വരുന്നതാണ് നാച്ചുറൽ പോളിമേഴ്സ് ആയാലും സിന്തറ്റിക് പോളിമേഴ്സ് ആയാലും. മാക്രോ മോളിക്യൂൾസിനെ സംടൈംസ് നമ്മൾ നാച്ചുറൽ പോളിമേഴ്സ് എന്നും വിളിക്കാറുണ്ട്. തേർഡ് കാറ്റഗറിയാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ അവർക്ക്, അതായത് നോർമൽ അല്ലെങ്കിൽ ഒരു ഡൈല്യൂട്ട് കണ്ടീഷനിൽ കൊളോയിഡ് ആയിട്ട് ബിഹേവ് ചെയ്യും. പക്ഷെ ഹയർ കോൺസെൻട്രേഷനിൽ നോർമൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട്, അതായത് കൊളോയിഡ്സ് ആണ് അവർ ആക്ച്വലി നോർമൽ കണ്ടീഷനിൽ അല്ലെങ്കിൽ ലോ കോൺസെൻട്രേഷനിൽ നോർമൽ ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഹയർ കോൺസെൻട്രേഷൻ വരുന്ന സമയത്ത് അവർ കൊളോയിഡ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇങ്ങനത്തെ കാറ്റഗറി അസോസിയേറ്റഡ് കൊളോയിഡ്സിനെ നമ്മൾ മിസലീസ് എന്നും പറയാറുണ്ട്. ഓക്കെ, എന്താണ് മിസലീസ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് ചോദിച്ചാൽ നോർമൽ അല്ലെങ്കിൽ ലോ കോൺസെൻട്രേഷനിൽ നോർമൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഹയർ കോൺസെൻട്രേഷൻ വരുന്ന സമയത്ത് കൊളോയിഡ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. എക്സാമ്പിൾ സോപ്പാണ്. മിസലി പറഞ്ഞപ്പോൾ തന്നെ സോപ്പിന്റെ ക്ലെയിമിംഗ് മെക്കാനിസം ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ അടിപൊളിയായിട്ട് എഴുതാം. സോഡിയം സ്റ്റീറേറ്റ് കുറച്ചും കൂടെ ഹൈ ലെവൽ എക്സാമ്പിൾസ് ആണ്. സോഡിയം സ്റ്റീറേറ്റ്, പോളിയെത്തിലീൻ ഓക്സൈഡ്, ഹയർ ആൽക്കൈൽ സൾഫോണേറ്റ്സ് ഒക്കെ ഈ കാറ്റഗറിയിൽ വരും. ഫൈനൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി ഇന്ററാക്ഷൻ ഓർ അഫിനിറ്റി ഓഫ് ടു ഫേസസ്. അവിടെയാണ് നമ്മൾ ലയോഫിലിക്കും ലയോഫോബിക്കും വരുന്നത്. ലയോഫിലിക് എന്ന് പറയുമ്പോൾ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ ഗ്രേറ്റർ അഫിനിറ്റിയാണ്, നല്ല അഫിനിറ്റി ഉണ്ടാവും ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ. അങ്ങനത്തെ ഉള്ളവരെയാണ് ലയോഫിലിക് എന്ന് പറയും. ഫിലിക് എന്ന വേർഡ് തന്നെ ലവ് എന്നാണ് മീനിങ് കേട്ടോ, ഇൻ കെമിസ്ട്രി. ഓക്കെ, അവരെ നമ്മൾ ഇൻട്രിൻസിക് കൊളോയിഡ്സ് എന്ന് പറയാറുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് സെൽഫ് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും, റിവേഴ്സിബിൾ ആയിരിക്കും, ദെൻ ഹൈലി ഹൈഡ്രേറ്റഡ് ആയിരിക്കും. നല്ല രീതിയിൽ ഹൈഡ്രേഷൻ ഇവർക്ക് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഡിസ്പേർഷൻ ഫേസ് മീഡിയം ആണെങ്കിൽ നമ്മൾ അതിനെ ഹൈഡ്രോഫിലിക് എന്ന് പറയും, അല്ലെങ്കിൽ എമൽഷൻസ് എന്നും ജനറലി പറയാറുണ്ട് ഈ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സിനെ, അതായത് ഇൻട്രിൻസിക് കൊളോയിഡ്സിനെ. ദി സെക്കൻഡ് വൺ ഇസ് ലയോഫോബിക്. എന്താണ് ഫോബിക്? പേടി എന്നാണ് ഫോബിയ അല്ലേ എന്നും പറയാറില്ലേ. നോ അഫിനിറ്റി, ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിൽ വലിയ അഫിനിറ്റി ഒന്നുമില്ല. അങ്ങനത്തെ ഉള്ളവരെയാണ് നമ്മൾ ലയോഫോബിക് കാറ്റഗറിയിൽ പറയുന്നത്. അവരെ നമ്മൾ എക്സ്ട്രിൻസിക് കൊളോയിഡ്സ് എന്നും പറയാറുണ്ട്. വാട്ടർ ആണ് ഇവിടെ ഡിസ്പേർഷൻ മീഡിയം എങ്കിൽ നമ്മൾ അതിനെ ഹൈഡ്രോഫോബിക് അല്ലെങ്കിൽ സസ്പെൻഷൻ എന്ന് പറയാറുണ്ട്. എമൽഷൻ എന്താണ്? ഇൻട്രിൻസിക് കൊളോയിഡ്സ് ആണെങ്കിൽ സസ്പെൻഷൻ എക്സ്ട്രിൻസിക് കൊളോയിഡ്സ് ആണ്. പിന്നെ കോമൺ ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇവർ അൺസ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ സ്റ്റെബിലിറ്റി കൂട്ടാൻ പറ്റും കേട്ടോ. പിന്നെ ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ ആയിരിക്കും, പുവർലി ഹൈഡ്രേറ്റഡ് ആയിരിക്കും. ഹൈഡ്രോഫിലിക് ഹൈലി ഹൈഡ്രേറ്റഡ് ആണെങ്കിൽ ഇവർ പുവർലി ഹൈഡ്രേറ്റഡ് ആയിരിക്കും. എക്സാമ്പിൾ വരുന്നത് നമ്മുടെ സിൽവർ സോൾ, ഗോൾഡിന്റെ സോള്, മെറ്റൽ ഓക്സൈഡ്സിന്റെ സോള്, മെറ്റൽ സൾഫൈഡ്സിന്റെ സോളൊക്കെയാണ്. ഹൈഡ്രോഫിലിക്കിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞായിരുന്നോ? അവിടെ എക്സാമ്പിൾ പറഞ്ഞില്ലല്ലേ? ഓക്കെ, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോ വി വിൽ ബി ലുക്കിംഗ് ഓൺ ദി പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്. അതായത് നമ്മുടെ ടിൻഡൽ ഇഫക്റ്റ്, ബ്രൗണിയൻ മൂവ്മെന്റ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഇലക്ട്രോ ഓസ്മോസിസ്, ഈ 4 കാറ്റഗറി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം.